ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ SI ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് കേട്ടോ. കനകയ്ക്കും ഗോവിന്ദനും എല്ലാം ഭയങ്കര സന്തോഷമാണ്. അവരൊക്കെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് നന്ദുവിനോട്, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ചെന്ന് തലയിടരുതെന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനാമികയെ നോട്ടയിട്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു. അങ്ങനെ നന്ദു അനാമികയുടെ ഒരു പഴയ കേസ് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെല്ലുമ്പം അനാമികയാണെങ്കിൽ നന്ദുവിനെ ഭരിച്ചുകൊണ്ടങ്ങ് ചെല്ലുമ്പം അടക്കി നിർത്തുകയാണ് ചെയ്യുന്നത് നന്ദു. ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അങ്ങനെ നന്ദു SI ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. അത് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ. അനന്തപുരിയിൽ വന്ന് നവ്യയുടെയും നന്ദുവിൻ്റെയും നയനയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അങ്ങനെ ദേവയാനിയും ഭയങ്കര നിറഞ്ഞ മനസ്സോടുകൂടി നന്ദുവിനെ അനുഗ്രഹിച്ച് വിടുന്നുണ്ട്. മോള് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ലൊരു SI ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി വിടുകയാണ്. അതേസമയം നമ്മുടെ ജലജയ്ക്ക് അതങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ജലജ പോയി നവ്യയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നവ്യയുടെയും നയനയുടെയും ആദർശിൻ്റെ ദേവയാനിയുടെ ഒക്കെ കാലിൽ വീണ് തൊഴുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജലജ അവിടെ ഇല്ല. എന്നാൽ അതിനുശേഷം ജലജ വരുന്നുണ്ടെങ്കിലും നന്ദു ജലജയുടെ കാലിൽ വീണ് തൊഴുന്നൊന്നുമില്ല. അപ്പോഴേക്ക് ജലജയ്ക്ക് ദേഷ്യമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്ദു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എവിടെ? അവരോടും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അച്ഛനും അമ്മയൊക്കെ രാവിലെ തന്നെ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക, അതുകൊണ്ട് അവരില്ല, അവരോട് പറയാം, മോള് വന്നെന്ന് പറഞ്ഞേക്കാന്ന് പറയുകയാണ്. അങ്ങനെ നന്ദു എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടൊക്കെ പോകുമ്പോഴും ജലജ പറയുന്നുണ്ട്, നീ ഗുണം പിടിക്കാൻ പോകുന്നില്ല, നീ നന്നാവുകയില്ല, ഇത്രയും പേരെ കാലെ വീഴായിരുന്നു അവൾക്ക്, എൻ്റെ കാലെ വീണ് അവൾക്കൊന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെയുള്ള നീയൊന്നും നന്നാവാൻ പോകുന്നില്ലടി എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ നന്ദു പോവാണ്. നന്ദു സ്റ്റേഷനിൽ ചെന്നിട്ട് ജോയിൻ ചെയ്യാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രേവതിക്കും വേണുവിനും അടി കിട്ടിയല്ലോ, വേണുവിൻ്റെ കൈ ഒടിയ രേവതിയുടെ നെറ്റിയൊക്കെ പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പം അനാമിക പറയുകയാണ് കേട്ടോ, ഇത് ചെയ്തിരിക്കുന്ന അവൾ തന്നെയാണ് ആ നന്ദു. എന്തായാലും ആരാ ഇത് ചെയ്തതെന്ന് നമുക്ക് തെളിവൊന്നുമില്ലല്ലോ, സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്തിനാണ് നമ്മളിനി പരാതിയായിട്ടൊക്കെ പോകുന്നത്, അന്വേഷണമൊക്കെ വന്നു കഴിയുമ്പം ആ നന്ദു ഉടങ്ങാൻ ചാർജ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പണി പാളും എന്ന് പറയാം. അപ്പോൾ അനാമിക പറയാണ്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് കൊടുക്കണം, ഇനിയിപ്പം ഇതെങ്ങനെയൊന്നും വിട്ടിട്ട് കാര്യമില്ലാന്ന്, അതുകൊണ്ട് കേസ് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു എന്ന് പറയുക. അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് വേണു, ഏത് ഫ്രണ്ടിൻ്റെ കാര്യം നീ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയാണ്, അത് അച്ഛൻ അറിയില്ലേ, അനിയെ ഇട്ടിട്ട് വന്ന വിവാഹം കഴിച്ചോളാന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം, അവൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ രേവതിക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്നിട്ട് രേവതി പറയാണ്, അവനോടൊപ്പം നീ കറങ്ങി നടക്കാനൊന്നും പോകണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ വരുമ്പോൾ തന്നെ രാവിലെ നമ്മുടെ വേണുവും രേവതിയും അനാമികയൊക്കെ സ്റ്റേഷനിലേക്ക് പുറപ്പെടുവാണ് കേസ് കൊടുക്കാനായിട്ട്. നന്ദുവാണ് അവിടുത്തെ SI എന്നൊന്നും അവരറിയുന്നില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നന്ദു അവിടെ ജോയിൻ ചെയ്ത് നന്ദു SIയുടെ കസേരയിലേക്ക് ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇവർ ചെന്ന് വെയിറ്റ് ചെയ്യുകയാണ് SIക്ക് വേണ്ടിയിട്ട്. എന്താണ് കാര്യമെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട് കയറി കുറച്ച് പേര് ആക്രമിച്ചു, ചില ആൾക്കാരെയൊക്കെ എനിക്ക് സംശയമുണ്ട്, അതിനെതിരെ ഒരു പരാതി തരാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയണം. അപ്പം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, പുതിയ SI ആണ് ചാർജ് എടുക്കുന്നത്, അതുകൊണ്ട് SI വരുമ്പോഴേക്കും പരാതി നേരിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യാം. ആ സമയത്താണ് നമ്മുടെ നന്ദു അവിടെ വരുന്നത്. അപ്പം നന്ദു വരുന്ന കാണുമ്പോഴേക്കും വേണു നോക്കും പുതിയ SI ആരാണെന്ന് നോക്കുമ്പോഴേക്കും നന്ദുവിനെയാണ് കേട്ടോ കാണുന്നവർ. നന്ദുവിനെ കണ്ടു കഴിയുമ്പോൾ സകല കാറ്റും പോയ മട്ടിൽ ഇങ്ങനെ ചമ്മി നാറിയിരിക്കുകയാണ് വേണുവും രേവതി അനാമികയും കൂടെ. അനാമികയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല, അപ്പം പരാതി കൊടുക്കാൻ വന്നതല്ലേ, അപ്പം പരാതി എഴുതി തന്നിട്ട് പോകാം എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അച്ഛാ ഇനി നമ്മളിവിടെ പരാതി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഇവളാ SI, പിന്നെ എന്ത് പരാതി നമ്മൾ കൊടുക്കാനാ, ഇവളല്ലേ നമ്മുടെ വീട്ടിൽ കയറി തല്ലിയത്, ഇനി ഇവക്കെതിരെ തന്നെ ഇവിടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വല്ല കഴമ്പോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു ഇവരുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രാവിലെ 3 പേരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, എന്തൊക്കെയോ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് നന്ദു പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ആരോ ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളെ തല്ലി, സ്ഥിരം ഇതൊരു പരിപാടിയാണ്, ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നന്ദു പറയാ, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും, വേറെ എത്രയോ മനുഷ്യർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, അവർക്ക് ആർക്കും ഇരുട്ടടി കൊടുക്കാൻ ആരും ഇല്ലല്ലോ,
നിങ്ങളെ തന്നെ ദിവസവും വന്ന് ഇരുട്ടടി നൽകണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളിവിടെ പരാതി തരാൻ വന്നതാ, ഇനിയിപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലെന്ന് അനാമിക പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, പരാതി തരാൻ വന്നതാണെങ്കിൽ അതിവിടെ പരാതി തന്നിട്ട് പോകണം. അന്വേഷണം നടത്തി കഴമ്പുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അനാമിക പറയാണ്, ഇത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. പിന്നെ ഇവിടം വരെ വന്നുപോയി, അതുകൊണ്ട് പരാതി എഴുതി കൊടുത്തേക്കാം. എന്തായാലും നീയൊക്കെയല്ലേ ഇവിടുത്തെ SI, പിന്നെ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അനാമികയെ മോളെ നേരത്തെ രീതിയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എടി പോടി നീ എന്നൊന്നും എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ ഈ സ്റ്റേഷനിലെ SIയാ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയാം. അപ്പം അനാമിക പറയുന്നുണ്ട്, എന്ത് സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ പറയുന്നത്? നിന്നെപ്പോലെ മോശം സ്വഭാവമുള്ള ഒരുത്തിയല്ലേ ഈ സ്റ്റേഷനിലെ SI ആയിട്ട് ഇരിക്കുന്നത്. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ലെന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, പേടിക്കണം. ഇനിയും പല കാര്യങ്ങളിലും അനാമികയെ നീ എന്നെ പേടിക്കേണ്ടതായിട്ട് വരും. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില കണക്കുകളൊക്കെ എനിക്ക് നിന്നോട് തീർക്കാനുണ്ട്. ചില പഴയ കേസുകളൊക്കെ നിൻ്റെ പേരിൽ നിൻ്റെ അച്ഛൻ്റെ പേരിലൊക്കെ ഇല്ലേ, അതിലൊക്കെ ഒരു അന്വേഷണം നടത്തണം. ഇത്രയും നാളുമൊക്കെ ഒളിച്ചും പതുങ്ങിയൊക്കെ നീയൊക്കെ നടന്നില്ലേ. ചില കാര്യങ്ങളൊക്കെ എനിക്ക് തെളിയിക്കാനുണ്ട്. ആവശ്യമില്ലാതെ എൻ്റെ ചേച്ചിമാരെ നീയൊക്കെ കൂടി ഒരു ചില്ലറയൊന്നും അല്ല ഉപദ്രവിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളിൽ ചിലതൊക്കെ എനിക്ക് തെളിയിക്കാനായിട്ടുണ്ട് എന്ന് നന്ദു പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ വേണുവിനും രേവതിക്ക് പേടിയാവാണ് കേട്ടോ. പഴയ പാലി വിഷം ചേർത്ത കേസും സ്വർണ്ണ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയ കേസും എന്നിട്ട് അത് മുഴുവനും കൂടെ നയനയുടെ തലയിൽ വെച്ചു കൊടുത്തതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട് അനാമികയോട്, മോളെ നീ ഇവിടെ നിന്ന് ഉറക്കെ സംസാരിക്കൊന്നും വേണ്ട. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് വീഴും, വാദി പ്രതിയാവും. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നമുക്ക് പോയേക്കാം. ഇതിനൊക്കെ ഒരു മറുപടി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമായിരിക്കും. അവരുടെയൊക്കെ സമയം നല്ല സമയമാണെന്ന് പറയാം. അങ്ങനെ അവർ 3 പേരും കൂടെ തിരിച്ചു പോരുക. തിരിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് പറയാം, അച്ഛൻ കാരണം ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്? അവളെ ഒഴിവാക്കാൻ ഞാൻ പല കാര്യങ്ങളും ചെയ്തതല്ലേ, എന്നിട്ടും ഇതൊന്നും നടക്കാതെ പോയത് എൻ്റെ കുഴപ്പം കൊണ്ടാണോടി എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാം, അന്ന് ആ സ്വർണ്ണമെല്ലാം വിറ്റ് ഞാൻ അവക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ പണം കൊണ്ട് തന്നതാ. എന്നിട്ട് ആ പണം കൊണ്ട് തൊലച്ചില്ലേ. അതന്ന് കൊട്ടേഷൻ കൊടുത്തിരുന്നെങ്കിൽ, നല്ല ഒരു പാർട്ടിക്കാണ് കൊടുത്തിരുന്നെങ്കിൽ അന്ന് അവൾ ഇന്ന് ഈ ഭൂമുഖത്ത് കാണില്ല. ഇതുപോലെ പേടിച്ച് എത്ര നാൾ നമ്മൾ ജീവിക്കും? അവൾ എന്തായാലും നമ്മളെ കുരുക്കും. ഇനി നമ്മൾ ജയിലിൽ കിടക്കേ ഉള്ളൂ. അച്ഛൻ്റെ വിധി എന്ന് പറയുമ്പോൾ വേണു പറയാം, ഞാൻ മാത്രമായിട്ട് കിടക്കോടി. അനന്തപുരിയിൽ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് നീയും നിൻ്റെ അമ്മയും കൂടിയല്ലേ. അപ്പം രേവതി പറയാം, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ കൈയും കാലും വിറയ്ക്കുക. അവളുമാർക്കൊക്കെ സത്യം അറിയുകയും ചെയ്യാം. ഇനിയിപ്പം ഇവളും കൂടി ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ എന്തായാലും ഇനി നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയാം. അപ്പോൾ അനാമികയും പറയാണ്, ഈ അനന്തപുരി ചെന്ന് നിൽക്കാന്നുള്ളത് എനിക്ക് ശ്വാസം മുട്ടുന്ന കാര്യമാണ്. ആ അനി ഒരുമിച്ച് ഒരു ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ അതൊന്നും ഇപ്പം ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം, അവനാണെങ്കിൽ കോടികളുടെ സ്വത്തുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ്സുണ്ട്. അവൻ്റെ കൂടെ കൂടി സുഖമായിട്ട് അങ്ങ് ജീവിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. പക്ഷേ ഞാൻ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയാൽ ഈ നന്ദു എന്ന് പറയുന്നവൾ അവിടെ കയറിക്കൂടും. അതെനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അവിടെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നത്, അല്ലാതെ അനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അപ്പോൾ വേണു പറയാം, മോളെ നീ അങ്ങനെ പെട്ടെന്ന് പോരരുത്. നമ്മൾ ഇത്രയൊക്കെ കളിച്ചത് അനന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടാ. അതിൻ്റെ വീതം കിട്ടാതെ നീ അവിടെ നിന്ന് ഇറങ്ങി പോരുക എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള നമ്മുടെ പ്രയത്നം മുഴുവൻ വെറുതെ ആയെന്ന അർത്ഥം. അപ്പം രേവതിയും പറയാം, ശരിയാ മോളെ, നീ ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ച ഫ്രണ്ട് അവനെ വിശ്വസിക്കാൻ കൊള്ളാവോന്ന് ആർക്കറിയാം? അവൻ ഒന്നും കാണാതെ നമ്മുടെ കൂടെ കൂടിയില്ലല്ലോ. ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാലും അവനും ഒരു ഫ്രോഡാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം അനന്തപുരി പിടിച്ചു നിന്ന് കുറച്ച് സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും നിൻ്റെ അമ്മായിയമ്മോടെങ്കിലും സ്നേഹം നടിച്ച് നിന്ന് കരസ്ഥമാക്കണം എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ അനാമിക പറയാം, പിന്നെ അനിയുടെ അത്രയും ഫ്രോഡൊന്നും ആയിരിക്കില്ല അവൻ. വിവാഹം കഴിഞ്ഞും നന്ദുവിൻ്റെ പുറകെ നടക്കുന്നവനല്ലേ അനി. അവനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ അവിടെ നിൽക്കും? അവനാണെങ്കിൽ എന്നോട് സംസാരിക്കാറ് പോലുമില്ല. പിന്നെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് പണം സ്വന്താക്കണമെന്ന്. അവരൊരു ദരിദ്രവാസിയാണ്. അവർക്ക് 10 പൈസയുടെ സ്വത്തൊന്നുമില്ല. പാവപ്പെട്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അനന്തപുരിയിലേക്ക് ഇനിയിപ്പം അവരോട് ചോദിച്ചാലും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ? ആകെപ്പാടെ ആശ്രയം ആ വല്യമ്മയായിരുന്നു. അവർ ഇപ്പോൾ ആ നയനയുടെ കൂടിയാ. എനിക്ക് 10 പൈസയുടെ സാധനം തരില്ല. എന്തൊക്കെ സമ്മാനങ്ങൾ അവരെനിക്ക് തന്നതാ.
ഇപ്പം ഇനിയൊന്നും പ്രതീക്ഷിക്കണ്ട. ഇനിയെല്ലാം നയനയ്ക്കും അതുപോലെ ചന്തു മോളെന്ന് പറയുന്ന ഒരു കൊച്ചിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിനുവേ കൊടുക്കുള്ളൂ. ഇനി ഞാൻ പിന്നെ എന്തിനാ അനന്തപുരിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ എല്ലാവർക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വരുമ്പോൾ സന്തോഷമാവുകയാണ് കേട്ടോ, നന്ദു ജോയിൻ ചെയ്തു എന്നൊക്കെ പറയുമ്പം. അപ്പം മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്, നമ്മുടെ ജ്വല്ലറിയിലെ ആ കേസ് അത് നന്ദുവിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇനിയിപ്പോൾ എന്തായാലും നന്ദു ആയിരിക്കുമല്ലോ, പഴയ SI പോയി, അതുകൊണ്ട് തന്നെ അന്വേഷണമൊക്കെ നേരായ രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായും നന്ദുവിനോട് ഞാനത് സൂചിപ്പിക്കാം. ആ കാര്യത്തിൽ മുഖം നോക്കാതെയുള്ള നടപടിയൊക്കെ നന്ദു എടുക്കും. അതുകൊണ്ട് അതിൻ്റെ ആരാണ് ഈ തെറ്റ് ചെയ്തതെന്നുള്ള കാര്യം അതൊക്കെ അങ്ങ് വ്യക്തമാകും എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നന്ദു ആണെങ്കിൽ ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുകയാണ്. ആ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ കനകയോടും ഗോവിന്ദനോടും. അപ്പം ഗോവിന്ദൻ പറയാം, മോളെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം. ഒരുപാട് ആളുകൾ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരും. പാവങ്ങളൊക്കെ ആയിരിക്കും ഒരുപാട് പേര് വരുന്നത്. അവരോടൊക്കെ സ്നേഹപൂർവ്വമൊക്കെ പെരുമാറണം. പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു മോശമായ ഇമേജൊക്കെ ഉണ്ട്, അതൊന്നും ഉണ്ടാക്കി എടുക്കരുതെന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഇതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയണോ? എൻ്റെ സ്വഭാവം അച്ഛനും അമ്മയ്ക്കും അറിയാവുന്നതല്ലേ, ഞാൻ അങ്ങനെ മോശമായിട്ട് പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് തന്നെ നന്ദു പറയുന്നുണ്ട് ഗോവിന്ദനോടും കനകയോടും, ഇന്ന് ആ സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ കനക ചോദിക്കുക, എന്ത് പരാതിയാണ് മോളെ? അവരുടെ തല ആരോ തല്ലി പൊട്ടിച്ചെന്നുള്ള പരാതിയാണെന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദനെ, അത് മോളെ നീയല്ലേ അത് ചെയ്തത്? ഇതിനു മുമ്പും നീ ഒരു പ്രാവശ്യം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ, ഇപ്രാവശ്യവും നീ തന്നെയല്ലേ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പം നന്ദു പറയുക, അതെ ഞാൻ തന്നെയാണ് ചെയ്തത്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ചെയ്ത കാര്യമാണ് അതെന്ന് പറയാം. അപ്പോൾ ഉടനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, അയ്യോ മോളെ, ഇനി നീ അങ്ങനെയുള്ള കളികൾക്കൊന്നും പോകരുത്. പഴയതുപോലൊന്നുമല്ല, നീ ഇപ്പോൾ ഒരു SI ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെയൊക്കെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നിൻ്റെ ജോലിയെ തന്നെ ബാധിക്കുമെന്ന് പറയാം. അപ്പോൾ കനകയും പറയുന്നുണ്ട്, ശരിയാ മോളെ, ഒരുപാട് നെറികേടുകൾ ആ അനാമികയും കൂട്ടരും ചെയ്യുന്നുണ്ട്, നിന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അതൊക്കെ അറിയാം. പക്ഷേ നീ അവരെ ഇനി ഉപദ്രവിക്കാനൊന്നും പോവരുതെന്ന് പറയുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇല്ല ഞാൻ എന്തിനാ അവരെ ഉപദ്രവിക്കാൻ പോകുന്നത്? പക്ഷേ അമ്മയ്ക്കും അച്ഛനും അറിയാൻ മേലാത്ത പല കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ചേച്ചിമാർ അനന്തപുരിയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ സ്വസ്ഥത കെടുത്താനായിട്ട് ഈ അനാമികയും കൂട്ടരും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, നവ്യേച്ചി ഗർഭിണിയായിരുന്ന സമയത്ത് പാലിൽ വിഷം ചേർത്ത് വെച്ചത് ഈ അനാമികയും അവളുടെ അമ്മയും കൂടിയാണെന്ന് പറയാം. അപ്പോൾ കനക ചോദിക്കുക, അയ്യോ നവ്യമോൾക്ക് അതാണോ ദേവയാനി എടുത്ത് കുടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് തന്നെയാണ് വല്യമ്മ എടുത്ത് കുടിച്ച് ആശുപത്രിയിലായത്. അതിന് പകരം ഇപ്പം നവ്യേച്ചിയായിരുന്നു കുടിച്ചിരുന്നതെങ്കിൽ എന്താവുമായിരുന്നു നവ്യേച്ചിയുടെ അവസ്ഥ? അസൂയയും കുശുമ്പും മൂത്തിട്ടാണ് അങ്ങനെയുള്ള പണികളൊക്കെ അവർ രണ്ടുപേരും കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ? എൻ്റെ ചേച്ചിമാരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം ഞാൻ കണ്ടെത്തിയിരിക്കും, തെളിവ് സഹിതം. പിന്നെ ഒരു കാര്യം അറിയാം അമ്മയ്ക്കും അച്ഛനും, അന്ന് വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ അനാമികയ്ക്ക് കൊടുത്ത സ്വർണം മുഴുവൻ മുക്കിയിട്ട് അതെല്ലാം നയനേച്ചിയാണ് അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതും ഇവർ തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകളും ഉണ്ട്. പിന്നെ ഈ വേണുവും രേവതിയും ഒക്കെ പല ഫ്രോഡ് കേസിലും അകത്തായിട്ടുള്ളവരാണ്. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയും തിരിച്ചു കൊടുക്കാതെ പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഉടനെ കനക ചോദിക്കുക, അയ്യോ മോളെ, അപ്പോൾ പിന്നെ ഇവർക്ക് ഒരുപാട് സ്വത്തും പണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ? അനന്തപുരിക്കാരോട് കിടപിടിക്കാനുള്ള സ്വത്ത് അനാമികയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടോ? അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയാണ്, അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഒരു 10 പൈസയുടെ നിവൃത്തിയില്ലാത്തവരാ, ആളുകളെ പറ്റിച്ച് അന്നന്നത്തെ ഇടം കഴിഞ്ഞു കൂടുന്നവരാ. ആഡംബരവും ഗംഭീരവും ഒക്കെ കാണിക്കുന്നതേ മറ്റുള്ളവരുടെ സ്വത്തും പണവും കൊണ്ടാ, എന്നിട്ടാ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത്. ഒരു കണക്ക് പറഞ്ഞാൽ അനിക്ക് ചേർന്ന പെണ്ണൊന്നും അല്ല അനാമിക. അനിയുടെ അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടിട്ട് അവിടെ വന്ന് ചേർന്നവളായി ഈ അനാമിക. എന്നിട്ട് എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു പരത്തിയിട്ട് ഒന്നുമില്ലാത്തവരാ. ഈ സത്യാവസ്ഥയൊന്നും അനന്തപുരിയിൽ എല്ലാവർക്കും അറിയില്ല, ചിലർക്കൊക്കെ മാത്രം അറിയാം. ആദർശേട്ടനും നയനേച്ചിക്കും ഒക്കെ ചില സംശയങ്ങളുണ്ട്. അനിയുടെയും അനാമികയുടെയും വിവാഹത്തിൻ്റെ ഇടയിൽ പണം കടക്കെടുക്കാനുള്ള ഒരാൾ അവിടെ വന്ന് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾ കേസ് കൊടുത്തതും ഇപ്പം സ്റ്റേഷനിലുണ്ട്. ഇതിനു മുമ്പ് മലേഷ്യയിലെ കുറേ പേരെ പറ്റിച്ച് പണവുമായിട്ട് മുങ്ങിയവനായി വേണു. അങ്ങനെ അനാമികയുടെ സ്വഭാവവും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. വേറെ ഒരാളെ പറ്റിച്ച് കുറേ പണവുമായിട്ട് വിവാഹ വാഗ്ദാനമൊക്കെ കൊടുത്ത് മുങ്ങിയവളാണ് ഇവള്.
എന്നിട്ട് ഇപ്പം നല്ല പിള്ള ചമഞ്ഞ് നടക്കുകയാണ്. ഇവിടെ വന്ന അനന്തപുരിയിലെ സ്വത്തുക്കൾ കണ്ടപ്പം അനിയെ വളച്ച് വീഴ്ത്തി നിർബന്ധപൂർവ്വം ആ വിവാഹം നടത്തുമായിരുന്നു. എന്തായാലും വലിയ ആളാണെന്ന് വിചാരിച്ച അവളുടെ അമ്മായിയമ്മ ജാനകിയൊക്കെ ഇരിക്കുന്നത്. ഒരു 10 പൈസയുടെ നിവൃത്തിയില്ല. ഞാനൊന്ന് അറിഞ്ഞ് പെരുമാറിയാൽ, അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കേസ് ഒന്ന് വായിച്ചെടുത്താൽ ഇവളൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കാം. അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയണം. ഞാൻ പഴയ കേസ് ഡയറികളൊക്കെ എടുത്ത് പരിശോധിച്ചു എന്നൊക്കെ നന്ദു പറയുക. അപ്പം ഇതെല്ലാം കേട്ട് അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് നമ്മുടെ ഗോവിന്ദനും കനകയും. അപ്പം കനക പറയാം, മോളെ അങ്ങനെ ഒരു തെറ്റൊക്കെ അവളുമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവർക്ക് കിട്ടണം. നീ കാര്യമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അനന്തപുരിയിൽ തന്നെ ചെല്ലുകയാണ്. അപ്പോൾ അനന്തപുരിയിൽ നന്ദു ചെല്ലുന്ന കാണുമ്പോൾ തന്നെ അനാമികയ്ക്കൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുക. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ്, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ അന്വേഷണം, ആരാ മോളെ പരാതി തന്നതെന്ന് ചോദിക്കുകയാണ്. പരാതി തന്നിരിക്കുന്നത് എൻ്റെ ചേച്ചിമാർ തന്നെയാണെന്ന് പറയാം. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, അപ്പം മുത്തശ്ശനെ എന്താ പരാതി, ഇപ്പം എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശ ഒരു പഴയ കേസുണ്ടല്ലോ, ഇവിടെ ആദർശേട്ടൻ്റെ അമ്മ ആശുപത്രിയിലൊക്കെ സീരിയസ് ആയിട്ട് കിടന്നില്ലേ, പാലിൽ വിഷം ചേർത്ത് കൊടുത്തത്, അത് ഈ വീട്ടിൽ ആരോ ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുമുണ്ട്. ചില തെളിവുകളൊക്കെ ഇവിടെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങളാരും പരാതി തന്നില്ലല്ലോ, അതിൽ എനിക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം ദേവയാനിക്ക് അത് സംഭവിച്ചത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിപ്പോയി. അത് പക്ഷേ ആര് ചെയ്യാനാണെന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയെ തന്നെ ആദ്യം ചോദ്യം ചെയ്യുകയാണ് നന്ദു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ അത് നയനെയാണ് പാൽ അവിടെ എടുത്തു വെച്ചത്, അത് നവ്യയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച പാലാണ്. അപ്പോൾ എനിക്ക് ക്ഷീണമൊക്കെ ആയതുകൊണ്ട് നവ്യ കുടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ പാലെടുത്ത് കുടിച്ചെന്നുള്ളത് സത്യമാണ്. അപ്പം അതിൽ നയന എന്തെങ്കിലും ചേർത്തിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം അവളുടെ ചേച്ചിയല്ലേ നവ്യ, അവൾക്കൊരു ദോഷം വരാനായിട്ടൊന്നും നയന ചെയ്യില്ലല്ലോ എന്ന് പറയാണ്. അപ്പം നന്ദുവും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഒരിക്കലും നയനേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല, വേറെ ആരോ ഇവിടെ ഉണ്ടായിരുന്നു, അവരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയാണ്. അപ്പം നവ്യ ഉടനെ ഇറങ്ങി എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അനാമികയും അവളുടെ അമ്മയാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ഞങ്ങൾ പാലിൽ വിഷം ചേർത്ത് വെച്ചെന്നാണോ പറയുന്നത്, നിങ്ങൾ കുടിക്കാൻ പോകുന്ന പാലിൽ വിഷം ചേർത്ത് വെച്ചിട്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും എന്ത് കിട്ടാനാ. അപ്പോഴേക്കും അനാമിക തന്നെ പ്ലേറ്റ് തിരിച്ചിടുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളല്ല വെച്ചത്, നിന്നോട് ദേഷ്യമുള്ളത് നിൻ്റെ അമ്മായിയമ്മയ്ക്കാ, ജലജയ്ക്ക്, അവരായിരിക്കും, അവരും നിൻ്റെ ഭർത്താവ് അഭിയും കൂടിയായിരിക്കും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം ചേർത്ത് വെച്ചത്, അല്ലാതെ ഞങ്ങളുടെ തലയിലേക്ക് ഇത് എടുത്തിടാവുന്നൊന്നും നീ വിചാരിക്കണ്ട. അപ്പം നവ്യ പറയാണ്, അവരെ എനിക്ക് സംശയമുണ്ട്, അന്നത്തെ സ്ഥിതി അനുസരിച്ച് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും അത് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ഇവിടെ ഉണ്ടായിരുന്നത് നീയും നിൻ്റെ അമ്മയുമാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാ, ആഹാ കൊള്ളാവല്ലോ അനാമികേ, ഞാനും എൻ്റെ മോനും കൂടിയാണ് പാലിൽ വിഷം ചേർത്ത് വെച്ചതെന്നാണോ നീ പറയുന്നത്? അല്ലാതെ പിന്നെ ആര് ചെയ്യാനാ, നിങ്ങൾക്കല്ലേ നവ്യയോട് ദേഷ്യം ഉണ്ടായിരുന്നത്. നിങ്ങൾ പല പ്രാവശ്യവും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പേരക്കുട്ടിയെ വേണ്ടാന്ന്, അതെങ്ങനെയെങ്കിലും ഇല്ലാതെ പോയാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളല്ലാതെ ആര് ചെയ്യാനാ? അപ്പം ജലജ പറയാ, കൊള്ളാം നീയും നിൻ്റെ അമ്മയും കൂടി പാലിൽ വിഷം ചേർത്ത് വെക്കുന്നത് ഞാൻ കണ്ടതാ, അതുപോലെ നിങ്ങൾ സംസാരിക്കുന്നതും കേട്ടതാ. നിൻ്റെ അച്ഛൻ വേണു അല്ലേ എന്തോ പൊടി കൊണ്ട് നിനക്ക് തന്നത്, എന്നിട്ട് ആരും അറിയാതെ നവ്യയുടെ നെകളം തീർക്കാൻ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പാലിൽ വിഷം ചേർത്തത് നീയും നിൻ്റെ അമ്മയും കൂടിയാ. അതിൻ്റെ തെളിവേ അബിയുടെ ഫോണിലുണ്ട്, അവൻ എന്നത് വീഡിയോ എടുക്കുകയും ചെയ്തു, ഞാനും അബിയും കണ്ടതാടി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശി ചോദിക്കുക, എടി ജലജെ നീ അത് കണ്ടോ, നിൻ്റെ മരുമോക്ക് വിഷം കൊടുക്കാനായിട്ട് പാലിൽ ചേർത്ത് വെക്കുന്ന നീയും ആ അബി എന്ന് പറയുന്ന നാണം കെട്ടവനും കണ്ടോ, എന്നിട്ട് അവരൊരക്ഷരം മിണ്ടാതെ കണ്ടു നിന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, പിന്നെ അതൊന്നും സംഭവിക്കില്ലായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ആരോടും പറയാതിരുന്നത്, അന്ന് ഇവളോട് എനിക്ക് നല്ല ദേഷ്യമില്ലായിരുന്നോ, അതുകൊണ്ടാണെന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ ഒറ്റൊരാടി ജലജയ്ക്കിട്ട് കൊടുക്കുക, എടി നിൻ്റെ മകൻ്റെ കുഞ്ഞല്ലായിരുന്നോ നവിയുടെ വയറ്റിലുണ്ടായിരുന്നത്, എന്നിട്ടും ഈ മഹാപാതകം ചെയ്യുന്ന കണ്ട് നീ നോക്കി നിന്നോ എന്ന് ചോദിക്കുകയാണ്.
അപ്പോഴേക്കും ഉടനെ തന്നെ നയനിയും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ദേവയാനി പറയാണ്, ആ പാല് അറിയാതെ ഞാൻ എടുത്ത് കുടിച്ച് ഏതൊക്കെ അവസ്ഥയിലായെന്ന് ജലജ നിനക്കറിയില്ലേ? ഈ മഹാഭാവി അനാമിക ചെയ്തത് തെറ്റ്. അത് കണ്ടോണ്ട് നിന്നിട്ട് മിണ്ടാതിരുന്ന് നീ ചെയ്തത് പിന്നെ എന്താ ജലജെ? നീയൊക്കെ മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്ന് ദേവയാനി ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇപ്പം കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വന്നല്ലോ, അതുകൊണ്ട് അനാമിയെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ അവളുടെ അച്ഛനെയും അമ്മയും കൂടി ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ അനാമികയും കൂട്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ വേണുവിൻ്റെയും രേവതിയുടെയും വീട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പം വേണു പറയണം, ഞാനതൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പം കുത്തിന് പിടിക്കുകയാണ് നമ്മുടെ നന്ദു. അപ്പോഴേക്കും ഉടനെ അനാമിക പറയാ, എടി വിടടി അച്ഛനെ, നീ എന്തിനാ ഭരിക്കാൻ വരുന്നത്? ഞങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ നീ എന്നാ തൂക്കിക്കൊല്ലുമോ ഞങ്ങളെ? അന്നത് അങ്ങനെ സംഭവിച്ചു പോയി. അതിനിപ്പോൾ ആ ജലജ പറഞ്ഞത് കേട്ടാണോ നീ വിശ്വസിക്കുന്നത്? അവർക്ക് നിന്റെ ചേച്ചിമാരോട് സ്നേഹം ഉണ്ടായിരുന്നോടി. നിനക്ക് അനിയോടുള്ള സ്നേഹം കൊണ്ടും എന്നോടുള്ള വെറുപ്പ് കൊണ്ടും അല്ലേ നീ ഇപ്പം ഈ കേസൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? അല്ലാതെ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോടി എന്നൊക്കെ ചോദിക്കുക അനാമിക. അപ്പോഴേക്കും നന്ദു പറയാണ്, അനാമികെ എടി പോടി എന്നൊക്കെ നീ വിളിക്കുന്നത് സൂക്ഷിച്ച് വേണം. നീ മേഡെന്ന് വിളിക്കടിയെന്ന് പറയാണ്. നീ എടിയും പൊടിയെന്ന് വിളിക്കാൻ നിന്റെ കളിക്കൂട്ടുകാരിയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് ഇനി മേല ഞാൻ ഇവിടുത്തെ SI ആണ്. എന്നോട് വേണ്ട റെസ്പെക്റ്റ് എനിക്ക് തന്നില്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും അനാമികെ എന്ന് നന്ദു അനാമികയോട് പറയുന്നുണ്ട്. അങ്ങനെ 3 എണ്ണത്തിനെ പൊക്കുന്ന ഒരു എപ്പിസോഡ് ഇനി വരാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.